ഗായ്സ്, എൻ്റെ യൂട്യൂബ് കരിയറിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് ബെറ്റിംഗ് ആണ്. ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം ഉണ്ടാവും. അതിൽ മെയിനായിട്ട് ഇപ്പോൾ നിലവിലുള്ള ടോപ്പ് 5 ലീഗിലുള്ള ഫുട്ബോൾ മാച്ചസാണ് മെയിനായിട്ട് ബെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഒന്നും പറയാതെ നേരെ അടുത്ത ആഴ്ച ഇനി വരുന്ന ഗെയിം വീക്ക് 15 മാച്ചസ് നോക്കാം. ഏതൊക്കെയാണ് മാച്ചസ്, ഏതൊക്കെയാണ് ബെറ്റ് ചെയ്യാൻ നല്ല മാച്ചസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കളി ആസ്റ്റൺ വില്ലയും ആർസനലുമാണ്. അതിൽ കാര്യമായിട്ടുള്ള പ്രഡിക്ഷൻസ് ഇല്ല. ആസ്റ്റൺ വില്ല നല്ല ഫോമിലാണുള്ളത്. ആർസനൽ അവരുടെ ടേബിൾ ടോപ്പ് റീഗെയിൻ ചെയ്ത് ലീഡ് കൂട്ടി നിൽക്കാനുള്ള ശ്രമത്തിലുമാണ്. എന്തും സംഭവിക്കാം. ആ മാച്ച് ഞാൻ ഒഴിവാക്കുകയാണ് എൻ്റെ സ്ലിപ്പിൽ നിന്ന്. പിന്നെ ഉള്ളത് ബോൺമത്തും ചെൽസിയാണ്. അത് ചെൽസി ഒരു വൺ സൈഡായിട്ട് ജയിക്കും എന്നുള്ള പ്രഡിക്ഷൻ ഇല്ല. ഞാനൊരു ചെൽസി ഫാനാണ്, പക്ഷേ ആ ഒരു പ്രഡിക്ഷൻ ഇല്ല. സ്റ്റിൽ ആ മാച്ചിൽ ഒരു മൂൺ ഷോട്ട് സ്ലിപ്പ് ഇടുകയാണെങ്കിൽ അതിൽ ചെൽസി ഉണ്ടാവും. അതേപോലെ തന്നെ ആസ്റ്റൺ വില്ല ആർസനൽ മാച്ചിൽ ഒരു മൂൺ ഷോട്ട് സ്ലിപ്പ് എന്നുള്ള രീതിയിൽ, അതായത് ചെറിയ സ്റ്റേക്കിൽ വലിയ റിട്ടേൺ ഉള്ള രീതിയിൽ ആസ്റ്റൺ വില്ല ആർസനൽ മാച്ചിൽ ആസ്റ്റൺ വില്ല ഓവർ ഡ്രോയും ബോൺമത്ത് ചെൽസി മാച്ചിൽ ചെൽസി ഓവർ ഡ്രോയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യം മൂൺ ഷോട്ടായിട്ടുള്ള സ്ലിപ്പിനെ പറ്റി സംസാരിക്കാം. ആദ്യത്തെ 2 കളിയിലെ പ്രഡിക്ഷൻസ് ഇതായിരിക്കും ആ സ്ലിപ്പിലുള്ളത്. അതൊരു കൺക്ലൂഡഡ് സ്ലിപ്പല്ല, അത് പ്യുവർലി ഒരു മൂൺ ഷോട്ടാണ്, ലോങ് ഷോട്ടാണത്. സോ ഫസ്റ്റ് കളി ആസ്റ്റൺ വില്ല ഓവർ ഡ്രോയും, സെക്കൻഡ് മാച്ച് ചെൽസി ഓവർ ഡ്രോയും. മൂന്നാമത്തെ കളി എവർട്ടൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. അത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഓവർ ഡ്രോ ആയിരിക്കും. മാൻ സിറ്റി സണ്ടർലാൻഡിൽ മാൻ സിറ്റി വിന്നാവുന്നതായിരിക്കും നമ്മുടെ ബെറ്റ്. ന്യൂക്കാസിൽ ബണ്ടിൽ ന്യൂക്കാസിൽ വിൻ. ടോട്ടനം ബ്രെൻഫോർഡിൽ ഗോൾസ് ഓവർ 2.5, അതായത് 3 ഗോൾ എങ്കിലും വരും എന്നുള്ള. ലീഡ്സ് ലിവർപൂളിൽ അതേമാതിരി 2.5 ഗോൾസ് ഓവർ. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച അത്രയും കളികളേ ഉള്ളൂ. ഞായറാഴ്ച 7:30 ബ്രൈറ്റൺ വെസ്റ്റ് ഹാമിൽ ബ്രൈറ്റൺ വിന്നാണ്. അതേപോലെ ഫുൾഹാം ക്രിസ്റ്റൽ പാലസിൽ